ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഗാർലിക് പൊട്ടാറ്റോ ചിപ്സാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇടാൻ പോകുന്നത് ബട്ടറാണ്. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. മെൽറ്റായി വരട്ടെ. ബട്ടർ ഇവിടെ ചൂടായി വന്ന് ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ കുഞ്ഞതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ചുമന്ന മുളക് ചതച്ചതാണ്. മിക്സിക്കകത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് റവ എടുത്തിരിക്കുന്നത്, പൊടിച്ച റവ. അപ്പം ഈ ഒരു കപ്പിൻ്റെ അളവ് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. റവ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, അധികമൊന്നും വേവൊന്നും വേണ്ട, കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറി കിട്ടുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് അളവിൽ തന്നെ നമ്മുടെ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഞാനിവിടെ വേവിച്ച് ചെറുതായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ പൊട്ടാറ്റോയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ശകലം നനവുണ്ടല്ലോ, അതുകൂടെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഇതിനകത്തൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ഡ്രൈ ആയിക്കോളും. നമ്മുടെ നന്നായിട്ട് വെള്ളമൊക്കെ മാറിയതാ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇച്ചിരി നേരം ആറാൻ വെക്കണം, കാരണം ഇത് ആറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഇത് ആറാനായിട്ട് വെക്കാം. എന്നാലും ചെറു ചൂടോടെ വേണം നമുക്ക് കുഴയ്ക്കാൻ. അപ്പോൾ ഒരു ശകലം ഇതിൻ്റെ ചൂട് മാറട്ടെ. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു ചൂടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിതൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈദ ആഡ് ചെയ്യാം, പക്ഷേ കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ ഇച്ചിലൂടെ നല്ലൊരു ക്രിസ്പിനെസ് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഇടുന്നില്ല, നമ്മുടെ പൊട്ടാറ്റോയുടെ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യുവാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മാവിപ്പതേ ഒട്ടാതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കണം. ഞാൻ ഉപ്പ് നോക്കി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ വെള്ളത്തിൽ ആ ഉപ്പിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് പരത്താം. നമ്മുടെ മാവ് ഒരു ശകലം എടുത്തിട്ട് നമ്മുടെ ഒരു ഇതിനകത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ശകലം മൈദാപ്പൊടി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും വരത്തില്ല.
ഇതേപോലെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ ഈ ഡിസൈൻ കട്ടറൊന്നും കാണാൻ ചാൻസ് ഇല്ല വീട്ടിൽ. അപ്പം ഞാൻ എടുത്തിരിക്കണ വെറും ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ്. ഇതിനെടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒന്നുകൂടെ പുറത്തൊന്ന് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഡിസൈൻ വല്ലതും കൊടുക്കാം. വേറൊരു ചെറിയ അടപ്പെല്ലാം എടുത്തിട്ട് ഇങ്ങനെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു റിങ്ങിനെ പോലെ നമുക്കെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ നിങ്ങളിലൊക്കെ ഡിസൈൻ കട്ടറൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ട്രൈ എൻ്റെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഈ വരുന്ന എക്സ്ട്രാസ് അങ്ങ് മാറ്റാം. നമുക്ക് ഇതിങ്ങനെ എടുത്ത് മാറ്റാം. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് പിന്നെ എടുക്കാം. ഇതേപോലെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ നടുക്കൊന്ന് പ്രസ് ചെയ്ത് ഇതങ്ങ് മാറ്റുക. നമ്മുടെ ഇതേപോലെ നമ്മുടെ ഓരോ ബോൾസ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ വറക്കുന്നേ നോക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് പതുക്കെ വേണം, കാരണം ചിലപ്പം ഇത് പൊടിയാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് പിടിച്ച് പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. ഉടനെ തന്നെ തിരിച്ചിടണ്ട. ഇതേപോലെ അതിനുശേഷം തിരിച്ചിടാം. നമുക്ക് ഇതേപോലെ ഷേപ്പായിട്ട് വേണമെങ്കിൽ ഇടാം. ഇല്ല നമുക്ക് നേരിട്ട് തന്നെ ഒരു എന്താ പറയുക, അല്ലാതെ ഇങ്ങനത്തെ ഷേപ്പിൽ തന്നെ ഇടുമെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പിൽ തന്നെ ഇട്ടുവാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഇഷ്ടം. ഇതാണെങ്കിൽ ഇച്ചിരി ഭംഗിയല്ലേ ഇങ്ങനെ എടുക്കുമ്പോൾ. നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു കുഞ്ഞ് അടപ്പുള്ള ഒരു 2 എണ്ണം എടുക്കുക. ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കുക. ഇത് കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുക. ഇതിലൊരു എരിവും പിന്നെ നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉള്ളപ്പോൾ നല്ലൊരു ക്രിസ്പിയായ ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ റവയൊക്കെ സാധാരണ നമ്മൾ ഉപ്മാ ഉണ്ടാക്കിയതൊക്കെ കഴിക്കുന്നത് കുറവാണ് എല്ലാവരും. അപ്പം അതിന് ഇങ്ങനെയൊക്കെ റവ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇല്ല സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ സ്റ്റാറിൻ്റെ ഷേപ്പ് ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്യുക. നല്ല എരിവും നല്ല ടേസ്റ്റുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ഈ മാവിന് നല്ല റെഡ് കളർ വരാൻ കാരണം ഞാൻ ഇതിനകത്ത് ഇട്ടിരുന്നത് കാശ്മീരി ചില്ലിയുടെ ഫ്ലേക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കില്ല ഇത്രയും കളർ വേണ്ട, നല്ല മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലേക്സ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റി നിറം കാണും. ഇല്ല ഇതേപോലെ തന്നെ മതിയെങ്കിൽ ഇതേപോലെ തന്നെ ആഡ് ചെയ്തെടുക്കാം. ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ക്രിസ്പിയായ വളരെ ടേസ്റ്റുള്ള നമ്മുടെ ഗാർലിക് പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം.